ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ് ചുങ്കത് ജ്വല്ലറി. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. വിനയത്തിന്റെ മാതൃകയുമായി ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ. മാള പുത്തൻവേലിക്കര മേഖലകളിൽ സന്തോഷ് മാധവനിൽ നിന്ന് പിടിച്ചെടുത്ത 127 ഏക്കർ നെൽവയൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിച്ചു. തീരുമാനം സ്വാഗതാർഹമാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഉത്തരവ് പിൻവലിച്ചെങ്കിലും ആശങ്കകൾ ഒഴിയുന്നില്ലെന്ന് TN പ്രതാപൻ MLA. കോലടിയിൽ ഇന്ധനം വ്യാപിച്ചതിനെ തുടർന്ന് മലിനമായ കിണറുകൾ വൃത്തിയാക്കാൻ തുടങ്ങി. കിണറുകളിലെ വെള്ളം പലതവണ വറ്റിച്ച് ശുദ്ധീകരിക്കുമെന്ന് പെട്രോളിയം കമ്പനി അധികൃതർ. TCV ഫോളോ അപ്പ്. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കീടനാശിനി എത്തിയത് ഭക്ഷ്യവസ്തുക്കളിലൂടെയാണെന്ന സൂചന. വിളവിനും ലാഭത്തിനും വേണ്ടി വിഷത്തിൽ മുക്കി നൽകുന്ന പച്ചക്കറികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പിൽ പ്രായമല്ല ജയസാധ്യതയാണ് പ്രധാനമെന്ന് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA. തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഒരുപോലെ പ്രാമുഖ്യം നൽകണമെന്നും തേറമ്പിൽ. അയ്യന്തോൾ പഞ്ചിക്കലിലെ ഫ്ളാറ്റിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ കീഴടങ്ങിയ മുഖ്യപ്രതി റഷീദിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. അന്ത്യ അത്താഴ സമയത്ത് യേശു തന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിന്റെ മാതൃക നൽകിയതിന്റെ സ്മരണ പുതുക്കിയാണ് ഇന്ന് ദേവാലയങ്ങളിൽ പെസഹ ആചരണം നടക്കുന്നത്. ദേവാലയങ്ങളിൽ നടക്കുന്ന പ്രത്യേക തിരുകർമ്മങ്ങളിലും കാൽകഴുകൽ ശുശ്രൂഷയിലും ആയിരങ്ങളാണ് പ്രാർത്ഥനാ നിരതരായി പങ്കുചേരുന്നത്. പെസഹ ആചരണത്തിന്റെ ഭാഗമായി പ്രദോഷം വരെ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും ധൂപാർപ്പണങ്ങളും നടക്കും. ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ചടങ്ങും ഉണ്ടാകും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും പുത്തൻപള്ളി ബസിലിക്കയിൽ മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിൽ നടക്കുന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് മാർ അപ്രൈ മെത്രോപൊലിത്തയും ഇരിങ്ങാലക്കുട കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പൊളി കണ്ണൂക്കാടനും കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികരാണ്. തൊഴിയൂർ ഭദ്രാസന ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്തയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച കാൽക്കഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകളെയും പങ്കെടുപ്പിക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ചില ദേവാലയങ്ങളിൽ പ്രാവർത്തികമാക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശം കേരളത്തിൽ ലത്തീൻ സഭ മാത്രമാണ് ഇത്തവണ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയം, തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളി എന്നിവിടങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകളെയും പങ്കെടുപ്പിക്കും. 6 സ്ത്രീകളെയാണ് കാൽക്കഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കുന്നതെന്ന് തിരുഹൃദയ ലത്തീൻ പള്ളി വികാരി ഫാദർ റോക്കി റോബി കളത്തിൽ പറഞ്ഞു. മാർപ്പാപ്പയുടെ മനസ്സോട് ചേർന്നുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ സമൂഹത്തിൽ അല്പം ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകുന്നവരെ ഉൾപ്പെടുത്താനുള്ള പ്രത്യേകമായ ശ്രമം നടത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ ക്രിസ്തുവിൻ്റെ ആ വലിയ അരൂപി കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഒക്കെ അരൂപി കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ നടത്തുന്നത്. മാള പുത്തൻവേലിക്കര മേഖലകളിൽ സന്തോഷ് മാധവനിൽ നിന്ന് പിടിച്ചെടുത്ത 127 ഏക്കർ നെൽവയൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിച്ചു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് വിവാദ ഉത്തരവ് പിൻവലിച്ചത്. ഉത്തരവിനെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ, MLAമാരായ VD സതീശൻ, TN പ്രതാപൻ എന്നിവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ ഭൂമിയാണ് ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് നികത്താൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരുന്നത്. ഈ ഭൂമി കമ്പനിക്ക് നൽകാനായിരുന്നു നീക്കം. നെൽവയൽ നികത്താനുള്ള ഉത്തരവിൽ ഉദ്യോഗസ്ഥർക്ക് തെറ്റു പറ്റിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ആരും രക്ഷപ്പെടാൻ പാടില്ലെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളും ഉത്തരവിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഉത്തരവ് റദ്ദാക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്ന് സുധീരൻ പ്രതികരിച്ചു. നെൽവയൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിച്ചെങ്കിലും ആശങ്കകൾ ഒഴിയുന്നില്ലെന്ന് TN പ്രതാപൻ MLA പറഞ്ഞു. മാളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി കൈമാറ്റത്തിൽ വലിയ ശക്തികളുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും സ്വാധീനമുള്ളവരാണ് ഈ വൻകിടക്കാർ. റവന്യൂ വകുപ്പ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും പ്രതാപൻ ചൂണ്ടിക്കാട്ടി. VM സുധീരൻ കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടില്ലെന്നും അത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രതാപൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും വനിതകൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ നൽകണമെന്നും പ്രതാപൻ അഭിപ്രായപ്പെട്ടു.
സന്തോഷ് മാധവനിൽ നിന്ന് പിടിച്ചെടുത്ത 127 ഏക്കർ തണ്ണീർത്തടം സ്വകാര്യ കമ്പനിക്ക് വിൽക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് കൊടികുത്തി. TN പ്രതാപൻ MLAയുടെ നേതൃത്വത്തിലാണ് സ്ഥലത്തേക്ക് മാർച്ച് നടത്തി കൊടികുത്തിയത്. മാർച്ചിന് ശേഷം നടന്ന യോഗത്തിൽ പങ്കെടുത്തവർക്ക് പ്രതീകാത്മകമായി സ്ഥലം പതിച്ചു നൽകി. AA അഷ്റഫ്, TM നാസർ, KP സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. സന്തോഷ് മാധവനിൽ നിന്ന് പിടിച്ചെടുത്ത 127 ഏക്കർ തണ്ണീർത്തടം സ്വകാര്യ കമ്പനിക്ക് വിൽക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് CPIയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് കൊടികുത്തി. പൊയ്യ വില്ലേജിലെ മടത്തുംപടിയിലെ പാടത്താണ് CPI AIYF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊടികുത്തിയത്. VS സുനിൽകുമാർ MLAയുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി എത്തിയാണ് കൊടികുത്തിയത്. മുൻ MLA ഉമേഷ് ചളിയിൽ, KG ശിവാനന്ദൻ, KV വസന്തകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. UDF സർക്കാരിന്റെ അവസാന കാലത്ത് ഇറക്കിയ ഉത്തരവുകളെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്ന് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ആവശ്യപ്പെട്ടു. സന്തോഷ് മാധവനിൽ നിന്ന് ഏറ്റെടുത്ത പൊയ്യ വില്ലേജിലെ സ്ഥലത്ത് CPIയുടെ നേതൃത്വത്തിൽ കൊടികുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഒത്താശയോടെയാണ് മിച്ചഭൂമി വിട്ടു നൽകാൻ തീരുമാനമെടുത്തത്. സർക്കാരിന്റെ എല്ലാ ഉത്തരവുകളും പൊതുജനങ്ങളെ അറിയിക്കണം. സർക്കാരിന്റെ അവസാന കാലത്ത് തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത മിച്ചഭൂമി തിരിച്ച് അതേ വ്യക്തിക്ക് നൽകാൻ നിയമം അനുവദിക്കില്ല. ഈ മിച്ചഭൂമി നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃഷിയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ജില്ലാ കളക്ടർമാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സന്തോഷ് മാധവനുമായുള്ള ഉമ്മൻചാണ്ടിയുടെയും റവന്യൂ മന്ത്രിയുടെയും ബന്ധം സംശയകരമാണെന്നും സുനിൽകുമാർ പറഞ്ഞു. കോലരി ടാങ്കർ ലോറി അപകടത്തെ തുടർന്ന് ചോർന്ന ഇന്ധനം വ്യാപിച്ചുണ്ടായ നാട്ടുകാരുടെ കുടിവെള്ള ദുരിതത്തിന് പരിഹാരമായി തുടങ്ങി. TCV ഫോളോ അപ്പ്. കഴിഞ്ഞ മാസം 28-ന് കോലഴിയിലുണ്ടായ ടാങ്കർ ലോറി അപകടത്തിലെ ഇന്ധനച്ചോർച്ചയാണ് പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിച്ചത്. ഇന്ധനം പ്രദേശത്തെ കിണറുകളിലേക്കും വ്യാപിച്ചതോടെ രൂക്ഷ ഇന്ധനഗന്ധവും വൻ അപകട സാധ്യതയുമാണ് സ്ഥലത്ത് നിലനിൽക്കുന്നത്. ഇതു സംബന്ധിച്ച് ജനങ്ങളുടെ ദുരിതവും മറ്റും TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജലലഭ്യതയുള്ള കിണറുകളിലേക്ക് ഇന്ധനം വ്യാപിച്ചതോടെ കുടിവെള്ളം തേടി പ്രദേശവാസികൾ ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടിയും വന്നു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ ഇന്ധന കമ്പനി നേരിട്ട് പ്രശ്നപരിഹാരത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. പ്രദേശത്തെ കിണറുകളിലെ വെള്ളം കമ്പനി തൊഴിലാളികൾ ആദ്യപടിയെന്ന നിലയിൽ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വറ്റിക്കുകയായിരുന്നു. രൂക്ഷഗന്ധം മൂലം തൊഴിലാളികൾക്ക് കിണറുകളിലേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. തുടർന്നും 2 അതിലധികമോ ആവർത്തി ഇത്തരത്തിൽ കിണറുകളിലെ ജലം വറ്റിച്ച് ജലശുദ്ധീകരണം നടത്താനുള്ള ശ്രമമാണ് കമ്പനി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ കീടനാശിനിയെക്കുറിച്ചുള്ള അന്വേഷണം ഒടുവിൽ വിരൽ ചൂണ്ടുന്നത് സമൂഹത്തിലേക്കാണ്. ഭക്ഷ്യവസ്തുക്കളിലൂടെയാണ് കീടനാശിനി ഉള്ളിലെത്തിയതെന്നാണ് സൂചനകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മണിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ കീടനാശിനിയുടെ അംശമാണ് മരണത്തിലെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടിയത്. അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടത്തിൽ കാണാതിരുന്ന കീടനാശിനി സാന്നിധ്യം സങ്കീർണമായ പരിശോധനയ്ക്കൊടുവിലാണ് കണ്ടെത്തിയതും. ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനിയുടെ ചെറിയ അംശമാണ് ശരീരത്തിലുണ്ടായിരുന്നത്. എന്നാൽ വായിലോ ആമാശയത്തിലോ ഒന്നും കീടനാശിനി സാന്നിധ്യം ഉണ്ടായിരുന്നുമില്ല. കൃഷിത്തോട്ടങ്ങളിലെ കളയും ചിതലും നശിപ്പിക്കാനാണ് ക്ലോർപൈറിഫോസ് കീടനാശിനി സാധാരണ ഉപയോഗിക്കാറുള്ളത്. പച്ചക്കറികളിൽ ഈ കീടനാശിനി ഉപയോഗിക്കാറുണ്ട്. മണി കുറെ കാലമായി വെജിറ്റേറിയൻ ആയിരുന്നുവെന്ന് സഹോദരൻ RLV രാമകൃഷ്ണൻ TCVയോട് പറഞ്ഞു. പച്ചക്കറിയാണ് ധാരാളം കഴിച്ചിരുന്നത്. വിഷാംശം കലർന്ന പച്ചക്കറികൾ കഴിച്ചതിലൂടെയാവാം ശരീരത്തിൽ കീടനാശിനി സാന്നിധ്യം ഉണ്ടായതെന്നാണ് സൂചനകൾ സാക്ഷ്യപ്പെടുത്തുന്നതും. വിഷം കലർന്ന പച്ചക്കറി കഴിക്കുന്ന എല്ലാവർക്കുമുള്ളിലും കീടനാശിനി എത്താം. എന്നാൽ മണിയെ സംബന്ധിച്ച് ഗുരുതരമായ കരൾ രോഗമുള്ള വ്യക്തിയായിരുന്നു. ഇതുമൂലമാകാം കീടനാശിനി സാന്നിധ്യം ഉള്ളിൽ തങ്ങിയതെന്നാണ് വിലയിരുത്തൽ. ഫോറൻസിക് വിദഗ്ധരും ഈ സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരിട്ട് കീടനാശിനി മണിയുടെ ഉള്ളിലെത്തിയിരുന്നുവെങ്കിൽ വായിൽ നിന്ന് സ്രവങ്ങൾ വമിക്കുകയും ദുർഗന്ധവും ഉണ്ടാകുമായിരുന്നു. എന്നാൽ മണിയെ സംബന്ധിച്ച് ഇത് പ്രകടമായിരുന്നില്ല. ഒടുവിൽ കീടനാശിനി എന്ന വില്ലൻ വിരൽ ചൂണ്ടുന്നത് സമൂഹത്തിലേക്കാണ്. വിളവിനും ലാഭത്തിനുമായി വിഷത്തിൽ മുക്കി നൽകുന്ന പച്ചക്കറികൾ മാരകമാകുന്നതിന്റെ ഉദാഹരണം കൂടിയായി ആ വലിയ കലാകാരൻ മാറുകയാണ്. TCV, തൃശൂർ. തെരഞ്ഞെടുപ്പിൽ പ്രായമല്ല ജയസാധ്യതയാണ് പ്രധാനമെന്ന് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA പറഞ്ഞു. അയ്യന്തോളിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേരെടുത്ത് വിമർശിക്കാതെ TN പ്രതാപനെതിരെ തേറമ്പിൽ രാമകൃഷ്ണൻ രംഗത്തെത്തി. ഇത്രയും കാലം മത്സരിച്ച് വിജയിച്ചത് ക്രെഡിറ്റാണെന്നും തന്നെ ജനത്തിന് മടുത്തില്ല എന്നത് അവാർഡാണെന്നും തേറമ്പിൽ അഭിപ്രായപ്പെട്ടു. അയാളൊന്ന് ജയിക്കില്ല, അല്ലെങ്കിൽ അയാൾ ജനസമ്മതി ഇല്ലാത്ത ആളാണ് എന്തു പറഞ്ഞാൽ എനിക്ക് മനോവേദനയുണ്ടാവും. ഇതെനിക്ക് സന്തോഷമില്ലേ?
കാരണം ഇപ്പോഴും എനിക്ക് ജനം വെറുത്തിട്ടില്ല എന്ന് പറയണതിലും വലുത്, ഇതിലും വലിയ അവാർഡ് എന്താ? ഒരു മോഡലുമില്ല. ഞാൻ തന്നെയാണ് മോഡലായിട്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ മോഡലായിട്ട് പ്രവർത്തിച്ച ആളെ ബോധ്യപ്പെടുത്തും. അല്ലാണ്ട് വേറെ ആളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് മോഡലാണെന്ന് പറയുകയും വേറെ ആൾ മോഡലായി ചമയുകയും ചെയ്യുന്ന മാതിരി ഞാൻ മോഡലായി ചമയില്ല. ആര് മത്സരിക്കണം മത്സരിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. മത്സരരംഗത്ത് നിന്ന് മാറുന്നോ ഇല്ലയോ എന്ന് തന്നോട് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. താൻ മത്സരിക്കില്ലെന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ഇത്തവണത്തെ ലിസ്റ്റിൽ പേര് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ലെന്നും ലിസ്റ്റ് പുറത്തുവരുമ്പോൾ ആലോചിക്കാമെന്നും തേറമ്പിൽ വ്യക്തമാക്കി. രാഷ്ട്രീയത്തിൽ താൻ തന്നെയാണ് റോൾ മോഡൽ. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. യുവാക്കൾ, സ്ത്രീകൾ, സാഹിത്യകാരന്മാർ തുടങ്ങി തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഒരുപോലെ പ്രാമുഖ്യം നൽകണമെന്നും തേറമ്പിൽ രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. TC വിനോസ്, തൃശൂർ. മാരേജ് ബ്യൂറോ വഴി വിവാഹം നിശ്ചയിച്ച യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിശ്രുത വരനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി പാട്ടത്തിപ്പറമ്പിൽ ബ്രിജേഷിനെയാണ് വലപ്പാട് CI R രതീഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. അയ്യന്തോൾ സ്വദേശിനിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുവതിയെ പീഡിപ്പിച്ച പ്രതിശ്രുത വരന്റെ അറസ്റ്റ്. വിദേശത്ത് ജോലിയുള്ള ബ്രിജേഷ് 2015 മെയ് മാസത്തിലാണ് 24-കാരിയായ യുവതിയുമായുള്ള വിവാഹം ഉറപ്പിച്ചത്. ഗുരുവായൂരിലെ പ്രമുഖ മാരേജ് ബ്യൂറോ വഴിയായിരുന്നു വിവാഹാലോചന. തുടർന്ന് ഇയാൾ യുവതിയെ സ്വാധീനിച്ച് ഏങ്ങണ്ടിയൂരിലെ തന്റെ വീട്ടിലും എറണാകുളത്തെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിലും വെച്ച് പലതവണ പീഡിപ്പിക്കുകയായിരുന്നു. പീഡനരംഗങ്ങൾ ഇയാൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇതിനിടെ താൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ബ്രിജേഷ് യുവതിയെ അറിയിക്കുകയായിരുന്നു. മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഇയാൾ യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബ്രിജേഷ്. ഇതോടെ യുവതി വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വലപ്പാട് CI R രതീഷ് കുമാർ, വാടാനപ്പള്ളി SI S അഭിലാഷ് കുമാർ, സീനിയർ CPOമാരായ ബാബു, ബിജു, സാൻഡോ, CPO റഷീദ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റിലായ ബ്രിജേഷ് സമാനമായ രീതിയിൽ യുവതികളെ വശീകരിച്ച് പീഡിപ്പിച്ച് വഞ്ചിച്ചിട്ടുള്ളതായി പോലീസിന് സംശയമുണ്ട്. TC വിനോസ്, തൃപ്രയാർ. അയ്യന്തോൾ പഞ്ചിക്കലിലെ ഫ്ളാറ്റിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ കോടതിയിൽ കീഴടങ്ങിയ മുഖ്യപ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഷൊർണൂർ സ്വദേശി സതീശൻ എന്ന മണി മൃഗീയമായി മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി കൊടകര വാസുപുരം സ്വദേശിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ റഷീദാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന റഷീദ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. പാലക്കാട് സബ് ജയിലിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി അന്വേഷണ സംഘം വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കോൺഗ്രസ് നേതാവ് MR രാമദാസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തുവെങ്കിലും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരെയും തിങ്കളാഴ്ച ഒരുമിച്ച് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. വേലൂർ കോടശ്ശേരിമലയിലെ നായാടി കോളനിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സത്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ഭർത്താവായ പ്രതി കൃത്യം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. വേലൂർ കോടശ്ശേരിമലയിലെ നായാടി കോളനിയിൽ താമസിക്കുന്ന തലപ്പുള്ളി വീട്ടിൽ രാജേശ്വരി എന്ന് വിളിക്കുന്ന കസ്തൂരി കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ടത്. ഭർത്താവ് സത്യനാണ് കസ്തൂരിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് കൊലപാതകം നടന്നത്. മദ്യപിച്ചെത്തിയ സത്യൻ കസ്തൂരിയെ ക്രൂരമായി മർദ്ദിക്കുകയും വെട്ടുകത്തി ഉപയോഗിച്ച് ജനനേന്ദ്രിയത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ആഴത്തിലുള്ള മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് കസ്തൂരി മരിച്ചത്. മരണം ഉറപ്പുവരുത്തിയ പ്രതി പിന്നീട് ഒളിവിൽ പോകുകയായിരുന്നു. ചൊവ്വാഴ്ച വേലൂരിൽ പ്രതി എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CI VA കൃഷ്ണദാസ്, എരുമപ്പെട്ടി SI D ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് നായാടി കോളനി വളഞ്ഞ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നുള്ള സംശയമാണ് കൊല നടത്താൻ പ്രതിക്ക് പ്രേരണയായതെന്ന് കേസന്വേഷണം നടത്തിയ കുന്നംകുളം CI VA കൃഷ്ണദാസ് പറഞ്ഞു. സംശയങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ മൂത്ത കുട്ടികളെ പ്രോപ്പറായിട്ട് ഭാര്യ നോക്കുന്നില്ല എന്നുള്ള വിഷയങ്ങളും ഒക്കെയാണ്. 3 വർഷം മുമ്പ് സത്യൻ അവിഹിത ബന്ധം ആരോപിച്ച് കസ്തൂരിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ച് ഗുരുതരമായി പൊള്ളലേൽപ്പിച്ചിരുന്നു. ഈ കേസിൽ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാൾ വിയ്യൂർ സബ് ജയിലിൽ വിചാരണ തടവുകാരനായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കോടതിയിൽ ഇതിന്റെ വിചാരണ നടന്നുവരുന്നതിനിടെയാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. തൃശൂർ റൂറൽ SP K കാർത്തികിന്റെ നിർദ്ദേശപ്രകാരം കുന്നംകുളം DYSP
ഫേമസ് വർഗീസ്, CI VA കൃഷ്ണദാസ്, എരുമപ്പെട്ടി SI D ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷിച്ചത്. അസിസ്റ്റന്റ് SIമാരായ PR രാജേന്ദ്രൻ, ജെയ്സൺ, പോലീസ് ഉദ്യോഗസ്ഥരായ ജയകുമാർ, ബാബുരാജ്, ഓമന എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. TC വിനോസ്, എരുമപ്പെട്ടി. SSLC പരീക്ഷ സമാപിച്ചു. ബയോളജി പരീക്ഷയോടെയാണ് SSLC പരീക്ഷയ്ക്ക് സമാപനമായത്. ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഈ മാസം 29-ന് സമാപനമാകും. 31-ന് എല്ലാ സ്കൂൾ തല പരീക്ഷകളും സമാപിക്കും. SSLC പരീക്ഷയുടെ സമാപനം ആഘോഷമാക്കി മാറ്റുകയായിരുന്നു വിദ്യാർത്ഥികൾ. പരീക്ഷയുടെ പിരിമുറുക്കങ്ങൾക്ക് വിട നൽകി ഇനി അവധിയുടെ ആഘോഷകാലമാണ്. പരീക്ഷാ ചൂടിന് വിട നൽകി അവധിക്കാലത്തിന്റെ ആഘോഷ നാളുകളിലേക്ക് നീങ്ങുകയാണ് SSLC വിദ്യാർത്ഥികൾ. ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചും തമാശകൾ പറഞ്ഞും വഴക്കുകൂടിയും ഇണങ്ങിയും പിണങ്ങിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഇടവേളകൾ ആഘോഷമാക്കിയും നീണ്ടകാലം സുഹൃത്തുക്കളായി കഴിഞ്ഞവർ ഇനി പല വഴികളിലേക്ക് നീങ്ങുകയാണ്. ഉന്നത പഠനം ലക്ഷ്യമിട്ട് പല വിദ്യാലയങ്ങളിലേക്ക് ഇവർ ചേക്കേറുമ്പോൾ ചിലർ മാത്രം ഒരുമിക്കും, മറ്റു ചിലർ മറ്റ് മേഖലകളിലേക്കോ മറ്റ് വിദ്യാലയങ്ങളിലേക്കോ കൂടുമാറും. അതുകൊണ്ട് തന്നെ SSLC പരീക്ഷയുടെ സമാപന ദിവസത്തിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാലയത്തിലെ അവസാന പരീക്ഷാ ദിനം വിലപ്പെട്ടതായി കരുതി ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ഉറ്റ സുഹൃത്തുക്കളെ പിരിയുന്നതിൽ സങ്കടം ഉണ്ടെങ്കിലും അത് ഉള്ളിലൊതുക്കി ആഘോഷലഹരി പാരമ്യത്തിലെത്തിക്കാനായിരുന്നു വിദ്യാർത്ഥികളുടെ ശ്രമം. ഞങ്ങൾ വളരെ സങ്കടത്തിലാണ്, സന്തോഷത്തിലാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു. പക്ഷെ ഇനി ആരും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാണാൻ പറ്റുന്ന ഞങ്ങൾ പരസ്പരം അങ്ങനെ ഒന്നുപോലെയാണ് ജീവിച്ചോണ്ടിരിക്കണേ. അതാണ് എല്ലാവരും വിട്ടുപിരിക്കണതിൻ്റെ ഒരു വിഷമമുണ്ട്. ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ വടക്കം ഉണ്ടാക്കാറുണ്ട്, ഇടയ്ക്ക് സന്തോഷങ്ങളുണ്ട്. സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരേ സ്കൂളിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേറെ ഇരട്ടി മധുരമായിരിക്കും ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. SSLC പരീക്ഷയുടെ അവസാന ബെൽ മുഴങ്ങിയതോടെ ആഹ്ലാദഭരിതരായാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഓടിയിറങ്ങിയത്. കളിച്ചിരികൾ ഉപേക്ഷിച്ചും കറക്കം അവസാനിപ്പിച്ചും രാത്രിയിൽ ഉറക്കമൊഴിച്ചുമൊക്കെ പഠനത്തിൽ മുഴുകിയതിന്റെ പിരിമുറുക്കങ്ങളെല്ലാം മാറ്റിവെച്ച് അവർ സന്തോഷത്തിന്റെ മേലങ്കിയണിഞ്ഞു. യൂണിഫോമുകളിൽ കയ്യൊപ്പ് ചാർത്തിയും ഫോൺ നമ്പറുകൾ കുറിച്ചും നമ്മുടെ സ്നേഹവും സുഹൃത്ത് ബന്ധവും എക്കാലവും നിലനിൽക്കണം, എന്നെ മറക്കരുത് തുടങ്ങിയ വാചകങ്ങൾ കുറിച്ചിട്ടും ചായങ്ങൾ കൊണ്ട് കയ്യടയാളം പതിച്ചും പരസ്പരം വാരിപ്പുണർന്നും എടുത്തുയർത്തിയുമായിരുന്നു വിദ്യാർത്ഥികളുടെ ആഘോഷം. അതേസമയം പിരിയുന്നതിൽ കണ്ണീരണിഞ്ഞും എക്കാലവും സൂക്ഷിക്കാൻ ഓട്ടോഗ്രാഫുകളിൽ സ്നേഹത്തിൽ ചാലിച്ച നല്ല വാചകങ്ങൾ കുറിച്ചിട്ടും വിദ്യാർത്ഥിനികളും SSLC വരെയുള്ള അധ്യയനകാലത്തിന് വിട നൽകി. പല വർണ്ണങ്ങളിലുള്ള ചായങ്ങൾ പരസ്പരം എറിഞ്ഞും മുഖത്ത് പൂശിയും ഒരു ഹോളി ആഘോഷത്തിന്റെ ലഹരിയും പ്രതീതിയും വിദ്യാർത്ഥി എന്നീ വ്യത്യാസമില്ലാതെ വിദ്യാലയ തിരുമുറ്റങ്ങളിലും വീതികളിലും നിറച്ചു. പരസ്പരം പിരിയുന്നതിന്റെ ദുഃഖം ഉള്ളിലൊതുക്കി തന്റെ സുഹൃത്തുക്കളെ പറഞ്ഞയക്കുന്നതുവരെ ആഘോഷലഹരി തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി ഇവർ പഠനത്തിന് താൽക്കാലിക വിട നൽകി ആഘോഷരാവുകളിലേക്ക് നീങ്ങുകയാണ്. SSLC പരീക്ഷയുടെ ഫലം പുറത്തുവരുന്നതുവരെ ആഹ്ലാദത്തിനൊപ്പം ആശങ്കയും നിലനിൽക്കുമെങ്കിലും അത് ഉപേക്ഷിച്ച് റിസൾട്ട് വരുന്നതിന്റെ തലേന്ന് ടെൻഷൻ അനുഭവിച്ചാൽ പോരെയെന്നായിരുന്നു പലരുടെയും നിലപാട്. TC വിനോസ്, തൃശൂർ. പെരുമ്പിലാവിൽ ഓട്ടോറിക്ഷയിൽ കടത്തിയ 2.5 കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത സ്വദേശി ഹോമിയോ ഡോക്ടർ ഉൾപ്പെടെ 2 പേർ പിടിയിലായി. കൊൽക്കത്ത സ്വദേശി സോംനാഥ് സിംഗ്, ഒറീസ സ്വദേശി ബുദ്ധിയ ബിശ്വ എന്നിവരാണ് അറസ്റ്റിലായത്. CI AG പ്രകാശ്, പ്രിവന്റീവ് ഓഫീസർമാരായ രഞ്ജിത്ത്, PA ഹരിദാസ്, AA സുനിൽ, MK ബിനു, സന്തോഷ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന വ്യാജേന ജില്ലയിലെ കച്ചവടക്കാർക്ക് മൊത്തമായി കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇനി TCV തേർഡ് ഐ. പകുതി തകർന്ന നിലയിൽ അപകട ഭീഷണി ഉയർത്തി നിലകൊണ്ടിരുന്ന ഒല്ലൂർ ESI ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു. TCV തേർഡ് ഐ വാർത്തയെ തുടർന്നാണ് നടപടി. ഏതു നിമിഷവും പൂർണ്ണമായും തകർന്നു വീഴാവുന്ന വിധത്തിൽ നിലകൊണ്ടിരുന്ന ചുറ്റുമതിൽ അപകട ഭീഷണിയിലാണെന്ന് TCV തേർഡ് ഐ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീജിത്ത് പുളുങ്കുഴിയാണ് ഇത് സംബന്ധിച്ച വാർത്താദൃശ്യം TCV തേർഡ് ഐക്ക് അയച്ചു നൽകിയത്. 100ഓളം വീടുകളുള്ള ഈ മേഖലയിൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ കടന്നുപോകുന്ന ഇടവഴിയിലാണ് ഈ പാതി തകർന്ന മതിൽ അപകട ഭീഷണിയായി നിന്നിരുന്നത്. മതിൽ അപകട ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പോസ്റ്റർ സ്ഥാപിക്കുകയും ദുരന്തത്തിന് കയ്യെത്തും ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മതിൽ പൊളിച്ചു പണിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.
നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് TCV തേടയിലേക്ക് ഇവർ വാർത്ത നൽകിയത്. അടിയന്തരമായി പ്രശ്നത്തിലിടപെട്ട അധികൃതർ പഴയ മതിൽ പൊളിച്ചു നീക്കി പുതിയ ചുറ്റുമതിൽ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിനകത്തെ പവിത്രമായ മണിക്കിണർ വറ്റിച്ച് വൃത്തിയാക്കി. ക്ഷേത്രത്തിൽ നിന്ന് നേരത്തെ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ തിരുവാഭരണത്തിന്റെ ചെറിയൊരു ഭാഗവും കൂടി കിണർ വൃത്തിയാക്കുന്നതിനിടെ ലഭിച്ചു. അഭിഷേകത്തിനും ക്ഷേത്രം നാലമ്പലത്തിനകത്തെ ആവശ്യങ്ങൾക്കും മാത്രം തീർത്ഥമെടുക്കുന്ന മണിക്കിണറിലെ വെള്ളത്തിന് നിറവ്യത്യാസം വന്നതിനെ തുടർന്നാണ് വറ്റിച്ച് വൃത്തിയാക്കിയത്. ഉച്ചപൂജയടക്കമുള്ള പൂജകൾ നേരത്തെ പൂർത്തിയാക്കി ബുധനാഴ്ച രാവിലെ 10:30 ഗോപുരവാതിലടച്ച ശേഷം കിണർ വൃത്തിയാക്കൽ ആരംഭിച്ചു. താമരയൂർ സ്വദേശി ജയൻ കൈപ്പടയുടെ നേതൃത്വത്തിൽ 14 പേർ ചേർന്ന് 3 മണിക്കൂറോളം സമയമെടുത്താണ് മണിക്കിണർ വറ്റിച്ച് വൃത്തിയാക്കിയത്. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച ശേഷം കീഴ്ശാന്തിമാരായ നാഗേരി കേശവൻ നമ്പൂതിരി, മുളമംഗലം ശ്യാം നമ്പൂതിരി, മേലേടം ഹരിനമ്പൂതിരി, മുളമംഗലം ഹരിനമ്പൂതിരി എന്നിവർ ചേർന്ന് കിണറ്റിലിറങ്ങി സാളഗ്രാമും ചെറിയ വിഗ്രഹങ്ങളും പുറത്തെടുത്തു. വെള്ളം വറ്റിച്ച് ചെളി മാറ്റിയ ശേഷം അവ വീണ്ടും ചെമ്പുപാത്തിയിൽ കിണറ്റിൽ തന്നെ നിക്ഷേപിച്ചു. ക്ഷേത്രം തന്ത്രി ചേന്ന ശ്രീകാന്ത് നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ CN അച്യുതൻ നായർ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, K. കുഞ്ഞുണ്ണി, അഡ്വക്കേറ്റ് A. സുരേഷൻ, നിയുക്ത മേൽശാന്തി ഹരീഷ് നമ്പൂതിരി, ഗുരുവായൂർ ടെമ്പിൾ CI N. രാജേഷ് കുമാർ, SI ഗിരിജാവല്ലഭൻ, ഫയർ സ്റ്റേഷൻ ഓഫീസർ R. പ്രദീപ് കുമാർ, ലീഡിംഗ് ഫയർമാൻമാരായ MG രാജസുബ്രഹ്മണ്യൻ, ശരത് ചന്ദ്രബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ സമയം ക്ഷേത്രത്തിനകത്തേക്ക് ഇവരെ കൂടാതെ ക്ഷേത്രത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. വൃത്തിയാക്കലിനു ശേഷം വൈകിട്ട് കീഴ്ശാന്തി പുണ്യാഹം നടത്തി കിണർ ശുദ്ധീകരിച്ച ശേഷം നിവേദ്യങ്ങൾ ഒരുക്കി. 2014 ഏപ്രിൽ 25-നാണ് നേരത്തെ മണിക്കിണർ വൃത്തിയാക്കിയത്. അന്ന് വൃത്തിയാക്കുന്നതിനിടെ 60 ഗ്രാം തൂക്കമുള്ള കല്ലുകൾ പതിച്ച മാലയും 7 ഗ്രാം തൂക്കമുള്ള 15 കല്ലുകളും ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമെന്ന് കരുതുന്ന 1/2 ഗ്രാമിൽ താഴെ തൂക്കമുള്ള കഷ്ണമാണ് ഇപ്പോൾ ലഭിച്ചത്. ഇവ കൂടാതെ 45 ഗ്രാമിന്റെ ഒരു മഹാലക്ഷ്മി മാല, 100 ഗ്രാമിന്റെ ഒരു നീലക്കൽ മാലയും കിണറ്റിലുണ്ടെന്ന് ഭക്തർക്കിടയിൽ സംസാരമുണ്ട്. ഒറ്റപ്പാലം സ്വദേശിനി പരേതിയായ കുഞ്ഞുലക്ഷ്മിയാണ് ഈ തിരുവാഭരണം ഭഗവാന് കാണിക്കയർപ്പിച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ. കാഞ്ഞാണി പെരുമ്പുഴ റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി മുതിരാമ്പറമ്പത്ത് 37 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 9:30 അപകടം. തൃശൂർ കുറുപ്പൻ റോഡിലെ നന്ദിലത്ത് ഷോപ്പിലെ ജീവനക്കാരനാണ് മരിച്ച ഉണ്ണികൃഷ്ണൻ. അളഗപ്പനഗർ പഞ്ചായത്തിലെ വിജയനഗറിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത മണലൂറ്റ് കേന്ദ്രത്തിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വർഷങ്ങളായി മണലൂറ്റ് നടന്നിട്ടും അധികൃതർ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിരുന്നില്ല. സംഭവം TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതോടെയാണ് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. 5 വർഷം മുൻപ് പുതുക്കിയ ലൈസൻസിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ജനവാസ കേന്ദ്രത്തിൽ റോഡിനോട് ചേർന്ന് പാടത്ത് 1 ഏക്കറോളം ഭൂമിയിലാണ് മണലൂറ്റർ നടന്നിരുന്നത്. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഊറ്റിയെടുക്കുന്ന മണൽ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കാണ് ടിപ്പർ ലോറികളിലായി കൊണ്ടുപോയിരുന്നത്. വസ്ത്രവ്യാപാര രംഗത്തെ പൊന്നിൻ തിളക്കമുള്ള കല്യാൺ സിൽക്സിന്റെ ഷോറൂം ഇനി മസ്കറ്റിലും. തൃശൂരിന്റെ സ്വന്തം കല്യാൺ സിൽക്സിന്റെ ഷോറൂമുകളുടെ എണ്ണം ഇനി 25. 25ാമത്തെ ഷോറൂം തുറക്കുന്നത് മസ്കറ്റിലാണ്. കല്യാൺ സിൽക്സിന്റെ 5ാമത്തെ അന്താരാഷ്ട്ര ഷോറൂം മസ്കറ്റിലെ റൂവിയിൽ ഒമാൻ എയർ ഓഫീസിന് സമീപമാണ് ആരംഭിക്കുന്നത്. കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡറും താരരാജാവുമായ പൃഥ്വിരാജ് ഷോറൂം ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ കല്യാൺ സിൽക്സിന് നിലവിൽ ദുബായിൽ 2, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ ഓരോ ഷോറൂമുകളുമാണുള്ളത്. വസ്ത്രവിപണന രംഗത്ത് നൂറ്റാണ്ട് പിന്നിട്ട പാരമ്പര്യമുള്ള കല്യാൺ സിൽക്സ് രാജ്യത്തിന് പുറത്തും പൊന്നിഴ നെയ്യുമ്പോൾ കലർപ്പില്ലാത്ത വിപണനത്തിന് പട്ടിന്റെ തിളക്കമുണ്ട്. സമ്പൂർണ്ണ ഫാമിലി ഷോപ്പിംഗിന്റെ അനുഭവമാണ് മസ്കറ്റിലെ ഷോറൂമിലും ഉപഭോക്താക്കൾക്കായി കല്യാൺ സിൽക്സ് ഒരുക്കിയിട്ടുള്ളത്. ഉന്നത നിലവാരമുള്ള വസ്ത്രങ്ങൾ കല്യാൺ സിൽക്സിന് മാത്രം നൽകാൻ കഴിയുന്ന കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. പുതിയ ഷോറൂമുകൾ ദോഹയിലും ദുബായിലെ അൽക്യുസൈസിലും ഉടൻ ആരംഭിക്കുമെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ പറഞ്ഞു. പരിശുദ്ധ പട്ടിന്റെ വിശ്വാസ്യതയോടെ ജൈത്രയാത്ര തുടരുമ്പോൾ വസ്ത്രവിപണന രംഗത്തെ അവസാന വാക്കായി മാറുകയാണ് തൃശൂരിന്റെ സ്വന്തം കല്യാൺ സിൽക്സ്.
ചേറ്റുവ പാലത്തിൽ 2 ടാങ്കർ ലോറിയും ഒരു ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഇതുവഴി ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ചാറ്റൽ മഴയിൽ ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണം. ടാറിംഗ് അശാസ്ത്രീയമായതിനാൽ വാഹനങ്ങൾക്ക് ബ്രേക്ക് കിട്ടാത്ത സ്ഥിതിയാണ്. 2 മാസം മുൻപാണ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി പാലത്തിൽ ടാറിംഗ് നടത്തിയത്. ഇവിടെ അപകടം പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലെന്ന് ആക്ഷേപമുണ്ട്. ചാരായവാറ്റ് കേസിലെ പ്രതിയെ 2 വർഷം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. പഴയന്നൂർ തെക്കേത്തറ കാക്കുളത്ത് എളമന വീട്ടിൽ ജോണിയെയാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി TP അനിൽ ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 6 മാസം തടവ് കൂടി അനുഭവിക്കണം. 2009 ജൂലൈ 10-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ മെഹബൂബ് അലി ഹാജരായി. തീരദേശ മേഖലയിൽ കുട്ടികൾക്കും യുവാക്കൾക്കും നിരോധിത പാൻ മസാല വിൽപ്പന നടത്തുന്ന 3 പേരെ വലപ്പാട് CI R രതീഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തു. പാലപ്പെട്ടി സ്വദേശി ചാലുള്ളി സന്തോഷ്, വലപ്പാട് ബീച്ച് സ്വദേശി തൈക്കാട് മണി, കരയാമുട്ടം കൊണ്ടിയാറ സതീഷ് ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ കടകളിൽ ഒരേ സമയം റെയ്ഡ് നടത്തി പാൻ മസാല പിടിച്ചെടുക്കുകയായിരുന്നു. പാൻ മസാല മൊത്തവിതരണക്കാരെ കണ്ടെത്താനുള്ള നടപടി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. മതത്തിന്റെ പൊള്ളയായ അനാചാരങ്ങളെ തുറന്നുകാട്ടുന്ന ശക്തമായ ഇടപെടലുകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നും ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകം അത്തരത്തിലൊന്നാണെന്നും സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞു. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ശ്രീശങ്കര നാരായണ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി തൃശൂരിൽ മനീഷ പഞ്ചകത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ആധ്യാത്മിക പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം പലതും പൂജയ്ക്ക് വയ്ക്കുകയാണ് പതിവെന്നും സന്ദീപാനന്ദഗിരി പറഞ്ഞു. റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പര മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. VS സുനിൽകുമാർ, അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. സമാപന ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് 6-ന് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തെ ആസ്പദമാക്കി സന്ദീപാനന്ദഗിരി പ്രഭാഷണം നടത്തും. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ യുവാവിൽ നിന്ന് കുഴൽപ്പണം പിടികൂടി. കോഴിക്കോട് മുക്കം ഓമശ്ശേരി വാഴക്കുളങ്ങര അജ്മലാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് രേഖകളില്ലാത്ത 6 ലക്ഷം രൂപ പിടിച്ചെടുത്തു. CI സിബി ടോം, SI B രാജഗോപാൽ, CPOമാരായ ജിജിൻ ജെയിംസ്, സന്തോഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മലയാളം അറിയില്ല എന്ന് കേമത്തമായി പറഞ്ഞു നടക്കുന്ന ഭാഷാഭിമാനമില്ലാത്ത ധാരാളം പേർ ഇപ്പോൾ കേരളത്തിലുണ്ടെന്ന് സാഹിത്യകാരൻ പ്രൊഫസർ MK സാനു പറഞ്ഞു. സുമംഗല രചിച്ച പച്ചമലയാളം നിഘണ്ടു തൃശൂരിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള ഭാഷയെ സംരക്ഷിക്കുന്നത് ഏറെ പ്രിയങ്കരമായ കാര്യമാണെന്നിരിക്കെ ഇതിനായി പരിശ്രമിക്കുന്നവർ നന്നേ കുറവാണ്. കേരളത്തിൽ വ്യാപൃതമായ അടിമ മനോഭാവത്തിന്റെ സന്തതിയായ അലസത മലയാള ഭാഷയിലേക്കും വ്യാപിക്കുകയാണ്. ഭാഷാഭിമാനമില്ലാത്തവർ ഭാവി തലമുറയോട് ചെയ്യുന്ന വലിയ പാപമാണെന്ന ബോധ്യം ഉണ്ടാവണം. ഇതിനാൽ തന്നെ ആരോഗ്യപരമായ ഭാഷാഭിമാനത്തിന്റെ ഉടമകളാകണമെന്നും സാനു കൂട്ടിച്ചേർത്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ ലളിത ലെനിൻ നിഘണ്ടുവിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ, ബാലചന്ദ്രൻ വടക്കേടത്ത്, കൃഷ്ണദാസ്, ഡോക്ടർ V ശോഭ, സ്നേഹലത എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മലയാള ഭാഷയെ അടിസ്ഥാനമാക്കി സംവാദവും നടന്നു. സിനിമാ തിയേറ്ററിൽ വെച്ച് യുവാവിന്റെ പേഴ്സ് മോഷ്ടിച്ച പ്രതിയെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കണിമംഗലം നെടുമുറി പേൽ വീട്ടിൽ രാധേഷാണ് പിടിയിലായത്. വളർക്കാവ് ഗാനം തിയേറ്ററിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. ഒല്ലൂർ ഞാണയങ്കാട്ടിൽ പ്രവീണിന്റെ 17,900 രൂപ അടങ്ങിയ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് തിയേറ്ററിലെ സുരക്ഷാ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മോഷണം പോയ പേഴ്സും 15,500 രൂപയും രാധേഷിൽ നിന്ന് കണ്ടെടുത്തു. ഒല്ലൂർ CI A ഉമേഷിന്റെ നിർദ്ദേശപ്രകാരം SI പ്രശാന്ത് ക്ലിന്റ്, സീനിയർ CPO ബെന്നി, CPOമാരായ ഗിരീഷ്, ഷിജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സർക്കാർ ഡോക്ടർമാർ ഏപ്രിൽ 5-ന് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ശമ്പളം വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാർ KGOയുടെ നേതൃത്വത്തിൽ ധർണ നടത്തുന്നത്. ശമ്പളം കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ച് സർക്കാർ ഡോക്ടർമാർ നേരത്തെ 1 മണിക്കൂർ കൂടുതൽ സമയം ജോലി ചെയ്ത് പ്രതിഷേധിച്ചിരുന്നു. വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാർ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ 2 ജയിൽ ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വിയൂർ സെൻട്രൽ ജയിൽ മുൻ ഡെപ്യൂട്ടി പ്രസിഡന്റും നിലവിൽ ഇരിങ്ങാലക്കുട ഡെപ്യൂട്ടി പ്രസിഡന്റുമായ സജി ജേക്കബ്, അസിസ്റ്റന്റ് സൂപ്രണ്ട് അശോക് കുമാർ എന്നിവരെയാണ് ജയിൽ DGP ഋഷിരാജ് സിംഗ് സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ വർഷം മെയ് 24-നാണ് തടവുകാരായ ആലുവ സ്വദേശി ജോമോഷ്, അലി എന്നിവർ മരിച്ചത്. മതിയായ ചികിത്സ കിട്ടാത്തതുമൂലമാണ് തടവുകാർ മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അഡ്വക്കേറ്റ് വിദ്യാസംഗീത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകുന്നത്.
നന്ദിക്കരയിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് സ്ത്രീകളടക്കം 4 പേർക്ക് പരിക്കേറ്റു. മാള അന്നനാട് സ്വദേശി മഞ്ഞളി വളപ്പിൽ കുമരംപള്ളി കൃഷ്ണൻകുട്ടി ഭാര്യ വിജയകുമാരി, അപർണ ശ്രീകുമാർ, മാമ്പ്ര സ്വദേശി പ്ലാവിൻകൂട്ടത്തിൽ രാഹുൽരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 7ഓടെ നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസിന് പുറകിൽ ഒമിനി വാൻ ഇടിക്കുകയായിരുന്നു. ഒമിനി വാനിന് പുറകിൽ ടിപ്പർ ലോറിയും ഇടിച്ചു. അപകടം കണ്ട് പുറകെ വന്നിരുന്ന ഇന്നോവ കാർ സൈഡിലേക്ക് എടുത്തപ്പോൾ പിറകെ വന്ന ടിപ്പർ ലോറി ഇന്നോവയിലും ഇടിച്ചു. ഒമ്നി വാനിൽ യാത്ര ചെയ്തിരുന്നവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ജില്ലാ ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് റാലിയും പൊതുസമ്മേളനവും നടത്തി. തൃശൂർ ടൗൺഹാളിൽ നടന്ന ജില്ലാതല പരിപാടികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സുഹിത ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PK. ശ്രീജ, തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ AL. ലാസർ, ഡോക്ടർ KJ. റീന തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂരിൽ BJP പ്രവർത്തകനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 CPM പ്രവർത്തകരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ സ്വദേശികളായ ശശികുമാർ, ജയകുമാർ, മണികണ്ഠൻ എന്ന രതീഷ് എന്നിവരെയാണ് SI S. അഭിലാഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 19-നാണ് കേസിനാസ്പദമായ സംഭവം. BJP പ്രവർത്തകൻ പണിക്കിശ്ശേരി ബിനീഷിനെയാണ് CPM പ്രവർത്തകർ ആക്രമിച്ചത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രസാധന രംഗത്തെ പെൺകൂട്ടായ്മയായ സമതയുടെ ഏറ്റവും പുതിയ പുസ്തകം ഷഹീദ് ഭഗത് സിംഗ് ഇൻകുലാബിന്റെ ഇടിമുഴക്കം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി AC. മൊയ്തീൻ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ഫോട്ടോ പ്രദർശനം പുരോഗമന കലാസംഘം സംസ്ഥാന സെക്രട്ടറി CR. ദാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥകർത്താവ് പ്രൊഫസർ E. രാജൻ, ഡോക്ടർ NR. ഗ്രാമപ്രകാശ്, ഡോക്ടർ D. ഷീല, സമത ചെയർപേഴ്സൺ ലളിത ലെനിൻ, TA. ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. സർദാർ ഭഗത് സിംഗ്, രാജഗുരു, സുഖ്ദേവ് എന്നീ വിപ്ലവകാരികൾ തൂക്കിലേറ്റപ്പെട്ടതിന്റെ 85-ാം വാർഷിക ദിനത്തിലായിരുന്നു പുസ്തക പ്രകാശനം. ഹെൽത്ത് ജീവനക്കാരിയെ ഫോണിലൂടെ അശ്ലീല സന്ദേശം അയച്ച് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒളിവിലായ പ്രതിയെ പിടികൂടി. പൂങ്കുന്നം കുന്നത്തൂർ വീട്ടിൽ ബിനോജ് മാത്യു ആണ് പിടിയിലായത്. 2005-ലാണ് കേസിനാസ്പദമായ സംഭവം. പാവറട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസറായ മണ്ണുത്തി മുടിക്കോട് ലതയുടെ മൊബൈൽ ഫോണിലേക്കാണ് ഇയാൾ അശ്ലീല സന്ദേശം അയച്ച് തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയത്. യുവതി പോലീസിൽ പരാതിപ്പെട്ടുവെങ്കിൽ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബിനോജ് മാത്യു നാട്ടിലെത്തിയെന്നുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് കുന്നംകുളം SI TP ഫർഷാദ്, CPOമാരായ സജീവൻ, ആരിഫ് എന്നിവർ ചേർന്ന് പിടികൂടിയത്. പൗർണമി നാളിൽ ശിവസ്തുതികൾ പാടിയും നാമമന്ത്രങ്ങൾ ഉരുവിട്ടും ഭക്തിലഹരി നിറച്ച് കേരള ബ്രാഹ്മണ സഭയുടെ ആഭിമുഖ്യത്തിൽ വടക്കുനാഥ ക്ഷേത്രത്തിന് ചുറ്റും ഗിരിപ്രദക്ഷിണം നടത്തി. പൗർണമി നാളിൽ വടക്കുനാഥൻ കുടികൊള്ളുന്ന കുന്നിനു ചുറ്റും വലം വെച്ചാൽ ഭക്തർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നിരവധി ഭക്തർ ഗിരിപ്രദക്ഷിണത്തിൽ പങ്കാളികളായി. ബ്രാഹ്മണ സഭ ജില്ലാ സെക്രട്ടറി D. മൂർത്തി, ജോയിന്റ് സെക്രട്ടറി TS. വിശ്വനാഥ അയ്യർ, കോർഡിനേറ്റർമാരായ TK. കണ്ണൻ, TR. ഹരിഹരൻ എന്നിവർ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഭാഷ, സംസ്കാരം, യുവത്വം എന്ന വിഷയത്തിൽ സാഹിത്യ അക്കാദമിയിൽ നടന്ന ശില്പശാല കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി R. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം AM. രമേശൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ഡിഫൻസ് ഫോഴ്സ് അംഗം TD. സിൻഡോ, എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ, ഫിലമോൻ P. വർഗീസ്, P. വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. യമഹ ഇരുചക്ര വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ MCP യമഹയുടെ പുതിയ ഷോറൂം ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൈക്കാട് സബ്സ്റ്റേഷന് മുന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK. ശാന്തകുമാരി നിർവഹിച്ചു. വാർഡ് കൌൺസിലർ അഭിലാഷ് V. ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. MCP ഗ്രൂപ്പ് പാർട്ണർമാരായ അബ്ദുൾ അസീസ്, CP. കുഞ്ഞമ്മു, PP. അബ്ദുൾ ലത്തീഫ്, MC. മുഹമ്മദ് കുട്ടി, MCP യമഹ ജനറൽ മാനേജർ സുരേഷ് മേനൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന ദിനത്തിൽ ബുക്ക് ചെയ്ത വാഹനങ്ങളുടെ താക്കോൽദാനവും നടന്നു. യമഹയുടെ ഏത് ഇരുചക്ര വാഹനങ്ങളും ഷോറൂമിൽ ലഭ്യമാണ്. ആകർഷകമായ വായ്പാ സൗകര്യവും ലഭിക്കും. സെയിൽസിന് 8137888813 എന്ന നമ്പറിലും സർവീസിന് 8137888818 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. വിനയത്തിന്റെ മാതൃകയുമായി ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ.
മാള പുത്തൻവേലിക്കര മേഖലകളിൽ സന്തോഷ് മാധവനിൽ നിന്ന് പിടിച്ചെടുത്ത 127 ഏക്കർ നെൽവയൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിച്ചു. തീരുമാനം സ്വാഗതാർഹമാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഉത്തരവ് പിൻവലിച്ചെങ്കിലും ആശങ്കകൾ ഒഴിയുന്നില്ലെന്ന് TN പ്രതാപൻ MLA. കോലടിയിൽ ഇന്ധനം വ്യാപിച്ചതിനെ തുടർന്ന് മലിനമായ കിണറുകൾ വൃത്തിയാക്കാൻ തുടങ്ങി. കിണറുകളിലെ വെള്ളം പലതവണ വറ്റിച്ച് ശുദ്ധീകരിക്കുമെന്ന് പെട്രോളിയം കമ്പനി അധികൃതർ. TCV ഫോളോ അപ്പ്. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കീടനാശിനി എത്തിയത് ഭക്ഷ്യവസ്തുക്കളിലൂടെയാണെന്ന സൂചന. വിളവിനും ലാഭത്തിനും വേണ്ടി വിഷത്തിൽ മുക്കി നൽകുന്ന പച്ചക്കറികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പിൽ പ്രായമല്ല ജയസാധ്യതയാണ് പ്രധാനമെന്ന് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA. തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഒരുപോലെ പ്രാമുഖ്യം നൽകണമെന്നും തേറമ്പിൽ. അയ്യന്തോൾ പഞ്ചിക്കലിലെ ഫ്ളാറ്റിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ കീഴടങ്ങിയ മുഖ്യപ്രതി റഷീദിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് പോലീസ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Chungat Jewelry.